സത്യം സത്യമായി. സത്യം സത്യമായി എന്നാൽ എന്താണ്? സത്യസുവിശേഷം സകലരിലേക്കും അറിയിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തിനായി ഒരുപറ്റം സഹോദരീ സഹോദരന്മാർ അണിനിരന്ന് ചെയ്യുന്ന മഹാനിയോഗ പ്രവൃത്തിയാണ് സത്യം സത്യമായി. സുവിശേഷം എന്ന നിലയിൽ ഇക്കാലത്ത് അനേക പ്രസംഗങ്ങളുണ്ട്. എങ്കിലും സത്യസുവിശേഷത്തിൻ്റെ വാക്താക്കളായ നമ്മുടെ ഉത്തരവാദിത്വം ഈ സത്യസുവിശേഷം സത്യമായി സകലരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഈ സത്യം സത്യമായി എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായ 3 അടിസ്ഥാനങ്ങളോടെയാണ് നാം ഈ സത്യം സത്യമായി എന്ന TV പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാനിയോഗം. നാം മർക്കോസ് സുവിശേഷം 16-15 മത്തായി സുവിശേഷം 28-18, 19, 20 വാക്യങ്ങളിലും നാം അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നാം മർക്കോസ് സുവിശേഷം 16-15 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പിൻ. ആ മഹാനിയോഗ ദൗത്യം ഏറ്റെടുക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ സുവിശേഷം മറ്റുള്ളവരെ സത്യമായി അറിയിക്കുക എന്നുള്ളത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ബന്ധുക്കൾ, അയൽവാസികൾ, നമ്മോട് കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മോട് കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഈ ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക: ഒരു ദിവസം രക്ഷിക്കപ്പെടാത്ത നമ്മളുടെ ഈ ഉറ്റവർ, ഉടയവർ, മിത്രങ്ങൾ മരിച്ച് നരകത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച മനസ്സിലേക്കൊന്ന് സങ്കല്പിക്കുക. അവരങ്ങനെ മരിച്ച് നരകത്തിലേക്ക് പോകുന്നു, നമ്മളും മരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ, അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് ഒരു ജംഗ്ഷനിൽ വെച്ച് നാം ഒന്ന് കണ്ടുമുട്ടി എന്നൊന്ന് സങ്കല്പിക്കുക. അവരും നാമും ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോൾ അവർ നമ്മളോട് എന്തായിരിക്കും പറയുക? ന്യായമായും ഹായ്, ടാറ്റ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് ഞങ്ങൾ നരകത്തിലേക്ക് പോകുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറയാൻ സാധ്യതയില്ല. പിന്നെ എങ്ങനെയാണ്? അവർ നിശ്ചയമായും അവർ നമ്മളോട് മുഖത്തേക്ക് വളരെ ദയനീയതയോടെ നോക്കിയിട്ട് ചോദിക്കും, ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഈ സ്വർഗത്തിലേക്ക് പോകുന്ന മാർഗം ഞങ്ങളോടൊന്ന് നിർബന്ധിച്ച് പറഞ്ഞുകൂടായിരുന്നോ എന്ന്. ഒരുപക്ഷെ അവർ നമ്മളെ ഇങ്ങനെയായിരിക്കും വിളിക്കുക: ദുഷ്ട അല്ലെങ്കിൽ ദുഷ്ടേ എന്ന് വിളിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ പറയുക, നീ ഒരിക്കൽ കൂടി എന്നോട് ഈ സത്യം പറഞ്ഞില്ലല്ലോ, നീ പോകുന്ന വഴിയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ മുറിക്കുന്ന ഒരു ചോദ്യമാണത്. നാമോ നിത്യമായ സ്വർഗത്തിലേക്ക് പോകുന്നു, അവരെവിടേക്കാണ് പോകുന്നത്? ഭയാനകമായിരിക്കുന്ന ആ തീ നരകത്തിൻ്റെ അടിത്തട്ടിലേക്കാണ് അവർ പോകുന്നത്. അപ്പോഴാണ് അവർ ചിന്തിക്കുക. പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോഴാണ് സുപ്രസാദകാലം. ഇപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്. ഇപ്പോഴാണ് നാം ഇത് പറയേണ്ടത്. ഈ കർത്താവായ യേശു ക്രിസ്തു പാപികളായ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായിട്ട് കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം വിശ്വസിച്ചവരായ നമുക്ക് നിത്യജീവനുണ്ട്, അഥവാ സ്വർഗമുണ്ട്, രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യം. എന്നാൽ നാം ഈ നരകത്തിൻ്റെ നിലവിളി കാണാതെ പോകരുത്. ഇല്ലെങ്കിൽ നമ്മളുടെ ഉറ്റവരും ഉടയവരും നമ്മോട് പറയാൻ സാധ്യതയുള്ള ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് വെറുതെ ലാഘവത്തോടെ കടന്നു പോകുവാനായിട്ട് കഴിയുകയില്ല. ഒരുപക്ഷെ ഞാനിതൊരു സാങ്കല്പികമായിട്ടത് പറഞ്ഞുവെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ അടിത്തട്ടിലേക്ക് നാം ഒന്ന് ചിന്തിച്ചാൽ എത്ര ഭയാനകമാണ് ആ പ്രിയപ്പെട്ടവരുടെ നിലവിളി. നമ്മോടുകൂടെ ഒരുമിച്ച് അനേക പ്രാവശ്യം യാത്ര ചെയ്തവർ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ, മിത്രങ്ങൾ, അവർ തീ നരകത്തിൽ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ലേ? നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചൊരു ഭാരമില്ലേ? കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് മനസ്സായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളെ സ്നേഹിച്ച്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുന്നു. നാം ദൈവത്തിൻ്റെ മിത്രങ്ങളായിരുന്നില്ല, നാമും അവരെപ്പോലെ തന്നെ ദൈവത്തിങ്കിൽ നിന്ന് അകന്ന് നടന്നവരായിരുന്നു. എന്നിട്ട് ഈ കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ച്, നിങ്ങളെ സ്നേഹിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടിയല്ലേ അടികളേറ്റത്, വ്യതകളേറ്റത്, നിന്ദകൾ സഹിച്ചത്, പീഡകൾ സഹിച്ചത്, തുപ്പലുകളേറ്റത്? അല്ല, തൻ്റെ കയ്യിൽ കാരിരുമാണികൾ അടിക്കപ്പെട്ട് ക്രൂശിൽ താൻ മരിച്ചപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും മുഖം കർത്താവ് ഓർത്തു. എൻ്റെ പാപിയായിരിക്കുന്ന ഇന്ന മകൻ, ഇന്ന മകൾ നരകത്തിൽ പോകരുത്, അതിനുവേണ്ടി, അവൾക്ക് വേണ്ടി ഞാൻ അടിയേക്കുന്നു, അവന് വേണ്ടി ഞാനിതാ ഈ കാൽവരിയിലെ കാരിരുമ്പാണികൾ അടിയേക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിച്ച് നോക്കുക.
ആ നരകത്തിൻ്റെ നിലവിളി. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച അതേ കർത്താവ് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മരിച്ചിട്ടുണ്ട്. അതവരറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നാം അവരെക്കാൾ വലിയ ബുദ്ധിമാന്മാരായതുകൊണ്ടല്ല, ദൈവം നമ്മോട് കൃപ ചെയ്തതുകൊണ്ട് നമുക്ക് ഈ സത്യം വിശ്വസിക്കുവാൻ ഭാഗ്യം കിട്ടി. എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അവരോടിത് ആവോളം വേഗത്തിൽ, ആവോളം ഭക്തിയോടെ, ഭയത്തോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ പറയുവാൻ ഈ വലിയ ദൗത്യം നിക്ഷിപ്തമായിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കുമാണ്. അത് നാം മറക്കരുത്. അതുകൊണ്ട് ഈ മഹാനിയോഗ നിവൃത്തിയാണ് ഈ സത്യസുവിശേഷം സത്യമായി അനേകരെ അറിയിക്കുക എന്നുള്ള ഈ സത്യമായി പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെ നിർബന്ധിക്കേണ്ടത് അതാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെയും നിങ്ങളെയും തേടി വന്നു. അത് അനേക അപ്പസ്തോലന്മാരെ നിർബന്ധിക്കപ്പെട്ടു. നമ്മുടെ അടുക്കലും ഈ സത്യവചനമെത്തി. നമ്മോട് അനേകരെ സത്യവചനം പറഞ്ഞു. നാം രക്ഷിക്കപ്പെട്ടു. ഭാഗ്യവാന്മാരാണ് നാം, അങ്ങനെ സേഫ് സോണിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടിയ രക്ഷ മറ്റുള്ളവർക്ക് കിട്ടാതെ പോകരുത്. അതിനെക്കുറിച്ച് നാം നിസ്സാരരായിട്ട് ചിന്തിച്ചു പോകരുത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെയും നിർബന്ധിക്കട്ടെ, നമ്മളുടെ ഹൃദയത്തിൽ തിരതല്ലട്ടെ. ഈ യേശുവിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും വേഗം അറിയിക്കാം. സമയം സമാഗതമായി. അതുകൊണ്ട് ഈ മഹാനിയോഗ നിവൃത്തി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന എത്രയോ വലിയതാണ്. അതെത്രയോ അധികം നാം പ്രായോഗികമാക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ ആ നിലയിൽ ചിന്തിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. രണ്ടാമത്തെ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളാണ്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. നമ്മളുടെ രണ്ടാമത്തെ പോയിൻ്റ് സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് ഒരു ദുഷ്കാലമാണ്, ഒരു വല്ലാത്ത കാലം. നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് വരും. ഈ ലോകത്ത് നടക്കുന്നത്, ഈ ഭാരതത്തിൽ നടക്കുന്നത്, ഈ കേരളത്തിൽ നടക്കുന്ന ഓരോ സാഹചര്യങ്ങളും കാണുമ്പോൾ നമുക്കറിയാം, സുവിശേഷത്തിന് ഒരു വളക്കൂറുള്ള സമയമല്ല. ദൈവജനങ്ങൾക്ക് അനുഗ്രഹീതമായ, അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമല്ല. ഇത് ദുഷ്കാലമാണ്. പാപം പെരുകുന്നു, സ്വാർത്ഥതകൾ പെരുകുന്നു. മനുഷ്യർക്ക് അന്യോന്യം സ്നേഹിക്കുവാൻ, അന്യോന്യം കരുതുവാൻ, പരസ്പരം സഹായിക്കുവാൻ ഒന്നും കഴിയാത്ത അവസ്ഥ. അവരവരുടെ സ്വാർത്ഥതകൾ, അവരവരുടേതായിരിക്കുന്ന രാജ്യങ്ങൾ, അവരവരുടേതായിരിക്കുന്ന സിംഹാസനങ്ങൾ ഒക്കെ പണിയുന്ന ഒരു കാലഘട്ടത്തിലാണിപ്പോൾ. കർത്താവിൻ്റെ വരവെടുത്തു എന്ന് നാം അനേക ലക്ഷണങ്ങളും കാണുമ്പോൾ നാം പറയും. അതിനുള്ള അനേക ലക്ഷണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ജ്ഞാനം വർദ്ധിക്കും എന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് നാം ഒന്ന് നോക്കിയേ, നമ്മളുടെ ഇരിക്കുന്ന മൊബൈല്, ടാബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ എന്നെ കേൾക്കുന്ന നമുക്ക് പലർക്കും, നമ്മുടേതായിരിക്കുന്ന ഈ പ്രായത്തിലുള്ളതായിരിക്കുന്ന മധ്യവയസ്കരായിരിക്കുന്ന ആളുകൾ, ചെറുപ്പക്കാരിൽ നിന്ന് അല്പം കൂടെ മുതിർന്നവരായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് അറിയില്ല. എന്നാൽ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക്, 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും നിങ്ങളൊന്ന് മൊബൈലൊന്ന് എടുത്തു കൊടുത്തേ, എന്നിട്ട് അതിൽ ഇന്ന കാര്യം ഒന്ന് നോക്കിക്കേ മോളെ അല്ലെ മോളെ എന്ന് പറഞ്ഞേ, അവരെന്തെല്ലാം ചെയ്യും, എന്തെല്ലാം ആ കാര്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ആ കൊച്ചു കുഞ്ഞിന് അധികം കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ പോലും എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കണ്ടെത്താനും കഴിയും. ഇപ്പം 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിലാണ് നമ്മൾ ഈ ഫോൺ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നാം പല സോഷ്യൽ മീഡിയയിലും കാണുന്നതാണ്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കളിപ്പാട്ടങ്ങൾ പലതും കൊടുത്താൽ അവർ തൃപ്തിയാകില്ല. പക്ഷേ ഒരു മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലോട്ട് കൊടുത്താൽ അപ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ തീരും. കണ്ടോ, മൊബൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ സ്വാധീനിക്കുന്നു. അവരുടെ ജ്ഞാനം വർദ്ധിക്കുന്നു. അവരെന്തെല്ലാം കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങളൊക്കെ, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നില്ല. എന്തെല്ലാം ടെക്നോളജിയിൽ, ഏതെല്ലാം നിലകളിലാണ് ഈ കാലത്ത് കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. മറ്റൊന്ന്, വേഗതയുടെ വേഗം വർദ്ധിക്കും. എല്ലാം ഫാസ്റ്റാണ്. പണ്ട് 10 വർഷം എടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കിന്ന് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുവാനായിട്ട് കഴിയും. ഇൻ്റർനെറ്റ് യുഗം വന്നു, പുതിയ ടെക്നോളജികൾ വന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെയോ, ഈ ടെക്നോളജികളുടെ വർധനവ് മുഖാന്തരം
വേഗതയുടെ വേഗം തന്നെ വർദ്ധിച്ചു എന്നാണ് ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടത്. വേഗതയുടെ വേഗം തന്നെ വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് വായിച്ച വാക്യത്തിൻ്റെ തൊട്ട് താഴെ വീണ്ടും പറയുന്നുണ്ട്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, നാം സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ചൈന പോലെയുള്ള പല രാജ്യങ്ങളിലും ഇന്ന് ഗൂഗിൾ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. ടി വിയിൽ തന്നെ ആണേലും അവിടെ പല കാര്യങ്ങളും നമ്മൾ മറ്റു രാജ്യങ്ങളിൽ കിട്ടുന്ന അതേ വാർത്തകളോ കാര്യങ്ങളോ ഒന്നും ചൈന പോലെയുള്ള പല രാജ്യങ്ങളിലും കിട്ടുന്നില്ല. എന്താ കാര്യമെന്നറിയാമോ? അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ ജനങ്ങൾ എന്ത് കാണണം, എന്ത് കേൾക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് അവർ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിൽ നമുക്ക് പ്രസംഗങ്ങളുണ്ടല്ലോ, സത്യസുവിശേഷമുണ്ടല്ലോ, ഇന്ന് അയച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പോലും പറ്റില്ല. അവിടെയൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തും നിലവിലിരിക്കുന്ന അവസ്ഥകൾ നമുക്കറിവുള്ളതാണ്. നാളെ ഒരുപക്ഷെ നമുക്കും ഈ സ്ഥിതിയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇന്നുള്ള അവസരം നമുക്ക് നാളെ ഉണ്ടാകുമോ എന്നറിയില്ല. ഒരുപക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, നാളെ ഞാനോ നിങ്ങളോ ഉണ്ടാകുമോ എന്നറിയില്ല. എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന അവസരം ഇന്നാണ്, ഇന്ന് മാത്രം. ലോട്ടറിക്കാരൻ്റെ പോലെയല്ല, നാളെ നാളെ എന്നല്ല, നമുക്കിന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ന് മാത്രം, ഈ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അടുത്ത മിനിറ്റ് നമുക്ക് സ്വന്തമായിട്ടില്ല. കഴിഞ്ഞുപോയ മിനിറ്റ് നമുക്ക് നിന്ന് നഷ്ടമായി. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സമയത്തെക്കുറിച്ച് എത്രയോ ഗൗരവബോധമുള്ളവരായിരിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുക. ഇത് ദുഷ്കാലമാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവടുത്തു എന്ന് നാം പറയുന്നു. വാസ്തവമായി നാം അത് വിശ്വസിക്കുന്നുവോ? നമുക്കറിയാം കർത്താവ് വരും എന്ന് നമുക്കറിയാം. നമുക്ക് നല്ല ഉപദേശ നിശ്ചയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വാസ്തവമായി കർത്താവ് വരുമോ? ഇന്ന് വരുമോ? ഇന്ന് വരുമെങ്കിൽ നാം അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവരാണോ? നമ്മെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ഗൗരവമായി നാം എന്തെങ്കിലും ചെയ്യുന്നുവോ? ഈ അവസരം നമുക്ക് നാളെയുണ്ടോ എന്നറിയില്ല എന്ന് നാം പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നാളെ നമുക്ക് അവസരമില്ല എങ്കിൽ ഇന്ന് മാത്രമാണ് നമുക്കുള്ള അവസരം എന്ന് പറയുന്നത്. ആ ഓപ്പർച്യൂണിറ്റി നാം ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ വാതിലുകൾ അടഞ്ഞ ശേഷം ഓർത്തിട്ട് കാര്യമില്ല, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നു, പകൽ ഉള്ളിടത്തോളം യജമാനൻ്റെ വേല ചെയ്യുക. പകൽ ഉള്ളിടത്തോളം യജമാനൻ്റെ വേല ചെയ്യുക. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നു. നമുക്ക് മറ്റൊരവസരമുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സമയം തക്കത്തിൽ നമുക്കുപയോഗിക്കാം. ഗൗരവമായി നമുക്കത് ചിന്തിക്കാം. പലരും തടസ്സമായി പറയുന്നത് വീടുകളിൽ കയറ്റില്ല, കേൾക്കില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾ പലതും ശക്തിപ്പെട്ടു വരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ശക്തിപ്പെട്ടു വരുന്നു. നമുക്കിനി സുവിശേഷം പറയുവാൻ, ഇത് പ്രഘോഷിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പലവിധ എതിർപ്പുകളും പ്രശ്നങ്ങളും തരണം ചെയ്തപ്പോഴും നമ്മുടെ മുൻകാല പിതാക്കന്മാർ ഈ തടസ്സങ്ങൾക്കിടയിൽ, ഈ എതിർപ്പുകൾക്കിടയിൽ കർത്താവിന് വേണ്ടി നിലനിന്നു. അവർക്ക് കഴിയുന്നത് അവർ ചെയ്തു. നമുക്കും തന്നാൽ ആവത് ചെയ്യാം. അതിന് സമയം തക്കത്തിൽ ഉപയോഗിക്കാം. പിന്നീട് നമുക്ക് അവസരം ലഭിച്ചു എന്ന് വരികയില്ല. അത് രണ്ടാമത്തെ ഗൗരവമായ ചിന്തയായിട്ടിരിക്കട്ടെ. അതുകൊണ്ട് നാം ചിന്തിച്ചതുപോലെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നു. അതുകൊണ്ട് നാം അല്ലെങ്കിൽ പിന്നെ ആര് ഇത് പറയും? ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന് ചെയ്യും? നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാം. നാം അല്ലെങ്കിൽ പിന്നെ ആര് ഇത് ചെയ്യും? ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന് ചെയ്യും? നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് 10 മിനിറ്റ് സമയം പ്രാർത്ഥിക്കാം. വീണ്ടും പറയാം, ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്യുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു 10 മിനിറ്റ് സമയം ആ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഓരോ ദിവസവും ഈ സുവിശേഷീകരണ യജ്ഞത്തിൽ, ലോക സുവിശേഷീകരണത്തിൽ എനിക്കും നിങ്ങൾക്കും ഭാഗഭാക്കുകളാകാം. അതിനുള്ള അവസരം ഈ സത്യം സത്യമായി പ്രോഗ്രാമിലുണ്ട് എന്നുള്ളത് വളരെ
നമുക്ക് സന്തോഷം തരുന്ന, അഭിമാനം തരുന്ന ഒരു സംഗതിയാണ്. ഒരു സംഭവ കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ചാർലി പീസ് എന്ന് പറയുന്ന ഒരു നിരീശ്വരനായിരിക്കുന്ന കുറ്റവാളി ഇംഗ്ലണ്ടിലെ ഒരു ജയിലറയിൽ കഴുമരം കാത്ത് കിടക്കുകയായിരുന്നു. രാവിലെ സമയം തന്നെ കുളിപ്പിച്ച് കഴുമരത്തിലേക്ക് ആളുകളെ നയിക്കുകയാണ് അവിടുത്തെ പട്ടാളക്കാർ. അവിടുത്തെ ജയിലിൻ്റെ നിയമമനുസരിച്ച് ചാപ്ലൈന്മാർ ജയിലിലുണ്ട്. ആ ചാപ്ലൈന്മാർ കഴുമരത്തിലേക്ക് പോകുന്ന കുറ്റവാളിയെ അനുധാവനം ചെയ്ത് മതത്തിൻ്റെ ആശ്വാസങ്ങൾ എന്ന നിലയിൽ ബൈബിളിലെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ അനുധാവനം ചെയ്യുമായിരുന്നു. അങ്ങനെ ചാർലി പീസിനെയും അനുധാവനം ചെയ്ത ചാപ്ലൈൻ ഇങ്ങനെ പറഞ്ഞു പാടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി, മകനെ, നീ ഒരു പാപിയാണ്, നിനക്ക് വേണ്ടി യേശു മരിച്ചു, നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, അത് വിശ്വസിച്ചാൽ നീ സ്വർഗത്തിൽ പോകും എന്നിങ്ങനെ അർത്ഥം വരുന്ന പല്ലവികൾ ഉരുവിട്ടുകൊണ്ട് തൻ്റെ പിന്നാലെ മുന്നോട്ട് പോയി. ഈ ചാർലി പീസ് എന്ന് പറയുന്ന നിരീശ്വരനായിരിക്കുന്ന കുറ്റവാളി താൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ചാപ്ലൈനോട് ചാർലി പീസ് ചോദിച്ചു, വാസ്തവമായി നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മതം അല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം വാസ്തവമായി നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. തൻ്റെ ചങ്കിൽ കൊള്ളുന്ന രീതിയിൽ തന്നെ താനത് ചോദിച്ചു. അതിങ്ങനെയാണ് ചോദിച്ചത്: തൻ്റെ ഒരു സഹജീവി കഴുമരത്തിലേക്ക് പോകുമ്പോൾ, ഇനി ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത നിത്യമരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കെങ്ങനെ സങ്കടം കൂടാതെ, ഹൃദയവേദന കൂടാതെ ഈ വ്യക്തിയെ അനുധാവനം ചെയ്യുവാനായിട്ട് കഴിയും എന്ന് ചോദിച്ചു. എന്നിട്ട് ചാർലി പീസ് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ മതം ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ സത്യം ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ഇംഗ്ലണ്ടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കുപ്പിച്ചില്ലുകൾ അടിച്ചു വിതറിയിട്ടിരുന്നാലും ശരി, സമയത്തും അസമയത്തും മുട്ടിന്മേൽ ഇഴഞ്ഞു നടന്നുകൊണ്ട് ഞാനിത് പറയുമായിരുന്നു എന്ന് ചാർലി പീസ് ഈ ചാപ്ലൈനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെയും നേരെയുള്ള ഒരു വലിയ ചോദ്യമാണിത്. നാം വാസ്തവമായിട്ട് ഇത് വിശ്വസിക്കുന്നു? നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങളായിരിക്കുന്നവർ മുൻപ് പറഞ്ഞ പോലെ തീ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ നമുക്കും നിഷ്ക്രിയരായിരിക്കുവാനായിട്ട് സാധിക്കുമോ? ദൈവം നമ്മളെ ചിന്തിപ്പിക്കട്ടെ, നമ്മളുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കട്ടെ. ഇതിൻ്റെ എമർജൻസി, ഇതിൻ്റെ ആവശ്യകത നമ്മെ ഒന്ന് ചിന്തിപ്പിക്കട്ടെ. മൂന്നാമതായി, നമുക്ക് ഈ സത്യമായി TV പ്രോഗ്രാം ചെയ്യുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്ന നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് സഭാപ്രസംഗി 3:1. അതിങ്ങനെ വായിക്കുന്നു: എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിലുള്ള സകല കാര്യത്തിനും ഒരു സമയമുണ്ട് എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും ഓരോ കാര്യത്തിനും ഒരു സമയമുണ്ട്. നമ്മളുടെ സുവിശേഷീകരണ രീതിയിൽ ഏറ്റവും അനുഗ്രഹീതവും ഏറ്റവും ഫലകരമായതും ഏറ്റവും ചിലവ് കുറഞ്ഞതുമായിരിക്കുന്ന ഒന്നാണ് പേഴ്സണൽ ഇവാഞ്ചലിസം. വ്യക്തിപരമായി മറ്റുള്ളവരോട് നാം സുവിശേഷം പറയുന്ന രീതി. അതിനെ മറികടക്കുവാൻ മറ്റൊരു മെത്തേഡ് ഇന്നുവരെയില്ല, ഇനിയും ഉണ്ടാകില്ല എന്നെനിക്ക് തോന്നുന്നു. മറ്റനേക മെത്തേഡുകൾ നമുക്കുണ്ട്. കോർണർ മീറ്റിങ്ങുകളുണ്ട്, കൺവെൻഷനുകളുണ്ട്, ഇങ്ങനെയുള്ള TV പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അത്രയും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സുവിശേഷീകരണം പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം. കയ്യ് മറ്റൊരാളെ കൂട്ടി ബന്ധിച്ച് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവിടെയും സുവിശേഷത്തിന് ബന്ധനമില്ല. താൻ സുവിശേഷം പറഞ്ഞു. ഇതിലും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി അതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായ സുവിശേഷീകരണം എത്രത്തോളം നടക്കുന്നു, അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം ചെയ്യുവാനായിട്ട് കഴിയുന്നു? അതിന് നമുക്ക് പല കാരണങ്ങളുണ്ട്. നമുക്ക് പറയാൻ അറിയില്ല, പല തടസ്സങ്ങളുണ്ട്, നാണമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നൊക്കെ നാം പറയും. ലജ്ജയില്ലാത്ത അനേക ദൈവമക്കളുണ്ട്, അവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, അത് മനഃപൂർവ്വം അല്ലെങ്കിലും നമ്മളുടെ മടി, നമ്മളുടെ അലസത, നമ്മളുടെ ഭയം, നമ്മളുടെ സങ്കോചം, ഇതൊക്കെ പാവമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ നമ്മെ പലപ്പോഴും ഈ വ്യക്തിപരമായിട്ട് സുവിശേഷം പറയുന്നതിൽ നിന്ന് തടയുന്നു. മാത്രമല്ല, അതിൻ്റെ അവസരവും ഇന്ന് കുറയുന്നു. നിങ്ങളൊരു വാഹനത്തിൽ കയറിക്കേ, ഒരു ബസ്സിൽ യാത്ര ചെയ്തേ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും കാണുവാനായിട്ട് കഴിയുന്ന കാഴ്ച? നിങ്ങളടുത്തിരുന്ന ഒരാളുടെ എവിടുന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കുശലങ്ങൾ ചോദിക്കുവാൻ നോക്കിയാൽ മിക്കവാറും അവരൊക്കെ എൻഗേജ്ഡാണ്. എന്താണ്? അവർ ബസ്സിലല്ലേ ട്രെയിനിൽ കയറി കഴിയുമ്പോൾ മുതലേ 2 സാധനം എടുത്ത് ഈ ചെവിയിലേക്ക് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് കയ്യിലിരിക്കുന്ന ആ ഫോണിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ഇങ്ങനെ
നാം കാണുന്നത് പോലെ തോണ്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിലെ കാര്യങ്ങളൊക്കെ കണ്ട് ചിരിച്ച്, ചിലപ്പോൾ കരഞ്ഞ്, ചിലപ്പോൾ ഗൗരവത്തോടെ ആശ്ചര്യത്തോടെ ഒക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും, ഇല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല, അവരും ബിസിയാണ്. സഭാപ്രസംഗി പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഒരുപക്ഷെ ഈ കാലം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സത്യമായി ഈ പ്രോഗ്രാം ചെയ്യുവാൻ ഇടയാക്കുന്ന അനേക കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് എന്ന് പറയുവാനുള്ള വ്യക്തമായ തെളിവ് എൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച, ഇല്ലേ, എന്നെ ഭാരപ്പെടുത്തിയ ഒന്ന് എന്ന് പറയുന്നത്, ഈ ട്രെയിനുകളിലൊക്കെ സുവിശേഷ വേലയ്ക്കായി കോട്ടയത്ത് നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കാണുന്ന സംഭവം എന്ന് പറയുന്നത് ഇതാണ്. നമുക്കൊരു ട്രാക്റ്റ് കൊടുത്ത് സംസാരിക്കുവാൻ ആളുകളെ ലഭ്യമല്ല. അങ്ങനെ വന്ന സമയത്ത് നമ്മളും വിചാരിച്ചു, ചിന്തിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവരിങ്ങനെ പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല കാര്യം കാണുവാൻ, അല്ല അവരുടെ നിത്യതയിലേക്ക് അവരെ നയിക്കുന്ന ഒരു സത്യസുവിശേഷം കൊടുക്കുവാൻ നമുക്കില്ലല്ലോ എന്ന് ആഗ്രഹിക്കുകയും ഭാരപ്പെടുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ആ പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു ഫലമായിരിക്കാം ദൈവം നമുക്കിന്ന് നല്ല ഒരു അവസരം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നു. സത്യമായി എന്ന് പറയുന്ന TV പ്ലാറ്റ്ഫോം, അത് യൂട്യൂബിലുണ്ട്. അതെൻ്റെ പ്രിയമുള്ളവരെ, ഓരോരുത്തരും എന്തെങ്കിലും കാണുവാനിടയാകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൊന്ന് ഇടപെടുന്നുവെങ്കിൽ അവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഈ നിത്യതയുടെ തുറമുഖത്ത് എത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണിന്ന്. നാം പറഞ്ഞു വന്നതുപോലെ ഈ കാലം എന്ന് പറയുന്നത് മറ്റേത് മീറ്റിങ്ങിനേക്കാളും, കോർണർ മീറ്റിങ്ങുകളെക്കാളും, കൺവെൻഷനേക്കാളും ഒക്കെ ആളുകൾ ഏത് സമയവും ശ്രദ്ധിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് അവരുടെ ഫോണാണ്. അപ്പോൾ നമുക്ക് ഈ TV-യുടെ, സോഷ്യൽ മീഡിയകളുടെ ഒക്കെ അധികമായിരിക്കുന്ന സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മളും ആ നിലയിലുള്ള ചില മാറ്റങ്ങൾ നാമും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അത് നാം ഗൗരവമായി ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, നോക്കിയയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നോക്കിയ ഫോൺ ഇന്ന് അധികമില്ല. കാരണം എന്താണെന്നറിയാമോ? നോക്കിയ നല്ല നിലയിൽ നമ്മുടെ ദേശത്ത് പ്രചാരം ലഭിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആൻഡ്രോയിഡ് കടന്നു വന്നു. ആ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സിസ്റ്റത്തെ നോക്കിയ അധികം സ്വീകരിക്കുവാൻ ഇടയായില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നോക്കിയ ആ സമയത്ത് ഇങ്ങനെ നോക്കിയിരുന്നു. ആ സമയത്ത് സാംസങ്, മറ്റ് കമ്പനികളൊക്കെ ആൻഡ്രോയിഡിനെ സ്വീകരിച്ചു. ആൻഡ്രോയിഡ് ഉപയോഗിച്ചുള്ള സാംസങ് പോലെയുള്ള മറ്റ് അനേക കമ്പനികൾ മുന്നോട്ട് പോയി. നോക്കിയ വീണ്ടും വളരെ വർഷങ്ങൾ താമസിച്ച് ഇപ്പോൾ ആൻഡ്രോയിഡ് സ്വീകരിച്ചു. അപ്പോൾ അവർ പയ്യെ കയറി വരുന്നുണ്ട്. അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ, ടെക്നോളജികൾ മാറുമ്പോൾ ആ മാറുന്ന ടെക്നോളജികളെ നമുക്കും സുവിശേഷത്തിനായിട്ട് ഉപയോഗിക്കുവാൻ കഴിയണം. അല്ലെങ്കിൽ നാമും ഈ നോക്കിയെ പോലെയൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കിയേ. മറ്റിതര മതങ്ങൾ, അനേക ക്രൈസ്തവ സഭകൾ, അനേക കൾട്ടുകൾ ഒക്കെ ഈ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്നു. അവരുടെ പ്രോഗ്രാം ധാരാളമുണ്ട്. ആ പ്രോഗ്രാമുകളൊക്കെ കണ്ട് അനേകർ അതിൽ ആകൃഷ്ടരാകുന്നു. എന്നാൽ സത്യസുവിശേഷം അല്ലെങ്കിൽ സത്യസുവിശേഷത്തോടനുബന്ധിച്ചുള്ള നല്ല പ്രോഗ്രാമുകൾ ഇവർക്ക് കൊടുക്കുവാനായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് തീരെയില്ലായിരുന്നു. ഇന്ന് അവിടെ നമ്മെപ്പോലെ ചില ആളുകളൊക്കെ ചില സന്ദേശങ്ങളും അതുപോലെ ചർച്ചകളും ഒക്കെ നടത്തുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അവസരം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ സമയങ്ങൾ വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിച്ചാൽ നമുക്കും ചില ആത്മാക്കളെ കർത്താവിനായിട്ട് നേടുവാൻ, സുവിശേഷം അറിയിക്കുവാൻ കഴിയും. അതിന് നാം ചെയ്യേണ്ടതായിരിക്കുന്ന 3 സാധ്യതകൾ നമുക്കുണ്ട്. ആ സാധ്യതകളിലൂടെ നിങ്ങളോട് പറഞ്ഞ് എൻ്റെ ഈ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നു. ഇത്ര വലിയ സുവിശേഷത്തിൻ്റെ വാഹകരെന്ന നിലയിൽ നമുക്കുള്ള സാധ്യതകളും ഈ പ്രവർത്തനം ഈ കഴിഞ്ഞ 5 വർഷക്കാലം പിന്നിട്ടപ്പോൾ അതിൻ്റെ റിസൾട്ടും അതിൻ്റെ ഫലവും നമുക്ക് ചുരുക്കമായിട്ടൊന്ന് ചിന്തിക്കാം. ഈ സത്യമായി പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ നാം ഓരോരുത്തരുടെയും പ്രോഗ്രാമാണ്. ഏതെങ്കിലും ഒരു സഭയുടെയോ ഒരു ടീമിൻ്റെയോ എന്ന നിലയിലല്ല, നാം എല്ലാവരും ചേരുന്ന ഒരു ടീമിൻ്റെ ആണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം, ഇത് കർത്താവിൻ്റെ പരിപാടിയാണ്. കർത്താവിൻ്റെ പരിപാടി നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഈ പരിപാടി നാം ഓരോരുത്തരുടെയും പരിപാടിയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ പരിപാടിയാണ്. നാം ഉൾപ്പെടുന്ന സഭയുടെ
പ്രോഗ്രാമാണ്. മാത്രമല്ല ലോക സുവിശേഷീകരണത്തിലുള്ള നമ്മുടെ പങ്ക് അതുകൂടിയാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ നമുക്കുള്ള 3 ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് വേഗത്തിൽ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്, ഏതൊരു പ്രവർത്തനത്തിൻ്റെയും പിൻപിൽ ആവശ്യമുള്ള വലിയ കാര്യം എന്ന് പറയുന്നത് നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെ ക്ലാസ്സുകൾ അനേകം നമ്മൾ കേട്ടവരാണ്. പക്ഷേ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും ഞാനും നിങ്ങളും പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിൽ കുറവുള്ളവരാണ്. പ്രാർത്ഥന ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കുറവുള്ള ഒന്ന്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഏറ്റവും അധികമായി ഈ പ്രോഗ്രാമിന് നമ്മളുടെ സംഭാവന, നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകാഗ്രതയോടെയുള്ള ഒരു പ്രാർത്ഥന. ദിവസവും ഒരു 10 മിനിറ്റ് സമയം ഈ ലോക സുവിശേഷീകരണത്തിന് വേണ്ടി, അല്ല വ്യക്തിപരമായ നമ്മളുടെ സുവിശേഷീകരണം എന്ന നിലയിൽ കണ്ടാൽ അതിനു വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ സഭയുടേതായ സുവിശേഷീകരണം എന്ന നിലയിൽ നാം ഇത് കണ്ടാൽ ഇതിനു വേണ്ടി ഒരു 10 മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാൻ മനസ്സോടെ മാറ്റിവെക്കുക. സത്യമായി എന്ന സുവിശേഷ പ്രവർത്തനം വിവിധ നിലകളിൽ അനേകരുടെ അടുക്കിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് കഴിയും. പ്രസംഗങ്ങളിലൂടെ, പലവിധ ചർച്ചകളിലൂടെ, നല്ല ക്രിസ്തീയ മൂല്യമുള്ള ഗാനങ്ങളിലൂടെ, ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുന്ന നല്ല സ്കിറ്റിലൂടെ, ഷോർട്ട് ഫിലിമുകൾ, ടെലിഫിലിമുകൾ, സീരിയലുകൾ ഒക്കെ നിർമ്മിച്ച് അതിലൂടെ ഈ ജനമധ്യത്തിലേക്ക് സത്യസുവിശേഷം വിവിധ കലാരൂപങ്ങളിൽ നമുക്ക് എത്തിക്കുവാനായിട്ട് കഴിയും. അതിനാദ്യം ആവശ്യമുള്ളത് നമ്മുടെ ഏകാഗ്രതയോടെയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും നമുക്ക് ഉത്തരം തരും. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ നിറയ്ക്കും എന്ന് പറയുന്ന കർത്താവ്. നാം ഈ കാര്യത്തെക്കുറിച്ച് വളരെ ആവശ്യബോധത്തോടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കും. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെയും മാനിക്കുന്ന ഒരു വലിയ ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ദാവീദ് പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രാർത്ഥനയെന്ന ഏക മാർഗത്തിലൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് കടന്നു ചെന്ന് ഇതിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് ധാരാളമായി പ്രാർത്ഥിച്ച് ഈ പ്രവർത്തനത്തെ അനുഗ്രഹീതമാക്കുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നവരായി തീരാം. ദൈവം ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ നമ്മളുടെ സാധ്യത, നമുക്കുള്ള ഒരു പങ്ക് അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കും ഇതിൽ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ? പാട്ട് പാടാൻ കഴിയുന്നവർക്ക് പാട്ട് പാടാം. അതുപോലെ ആ ഒരു പാട്ടെടുക്കണമെങ്കിൽ പാട്ട് എഴുതണം, മ്യൂസിക് ചെയ്യണം, അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഡയറക്ഷൻ ചെയ്യണം, ക്യാമറ പിടിക്കണം. അങ്ങനെ അനേക കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. അതിൻ്റെ പിറകിലൊക്കെ അധ്വാനിക്കുവാൻ നമുക്ക് അവസരമുണ്ട്. പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിക്കുവാൻ അവസരമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കാനും പാടാനും കഴിയാത്ത ബാക്കിയുള്ള ആളുകൾക്ക് അവസരമുണ്ടോ? ഉണ്ട്. ഏത് ദൈവമകനും ദൈവമകൾക്കും ഇതിൻ്റെ പിറകിൽ അധ്വാനിക്കുവാൻ അവസരമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കഥയുണ്ട്. നമ്മുടെ ശ്രീഹരിക്കോട്ട അല്ലെങ്കിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു മീഡിയ അവിടെ ചെന്ന് അവിടെയുള്ള സ്റ്റാഫുകളെ ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ട് വന്നു. അവിടെയുള്ള ഓരോ ശാസ്ത്രജ്ഞന്മാർ, മറ്റ് ഓരോ ജോലിക്കാർ, ഇവരെയൊക്കെ ആ പത്രപ്രവർത്തകർ അവരെ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്തു വന്നപ്പോൾ ഓരോ ശാസ്ത്രജ്ഞന്മാർ അവരുടെ മേഖലകളിലെ കഴിവുകളെക്കുറിച്ച്, അവർ ചെയ്യുന്ന അധ്വാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. മറ്റതിൻ്റെ താഴെയുള്ള മറ്റ് ജോലിക്കാരൊക്കെ അവരുടെ അധ്വാനങ്ങൾ, അവരുടെ കഴിവുകൾ, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന് മറ്റ് ഓഫീസ് സ്റ്റാഫുകൾ ഇങ്ങനെ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്തു വന്നു. എല്ലാവരും അവരവരുടേതായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന ഒരിക്കൽ ഒരു ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് ഇവിടെ ജോലി ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു, എനിക്ക് ഇത്ര രൂപ കിട്ടും, എൻ്റെ വീട് കഴിയാനായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അങ്ങനെ ബാക്കിയുള്ള ഓരോ സ്റ്റാഫുകളെയും ഇൻ്റർവ്യൂ ചെയ്തു. അതിൻ്റെ ഒടുവിൽ അവിടുത്തെ പ്യൂൺമാരെ ചിലരെ പരിചയപ്പെട്ടു. അവരെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഒരു സാധു സ്ത്രീയോട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, താൻ ചന്ദ്രയാൻ 3 വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മീഡിയ പ്രവർത്തകർ അങ്ങനെ മുഖം നോക്കിയിട്ട് ചിന്തിച്ചു, അതെന്താണ് അങ്ങനെ പറയുന്നത്. പ്യൂണായിരുന്ന അധികം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സ്ത്രീയാണേലും ആ സ്ത്രീ പറഞ്ഞ കാര്യത്തിലെ വലിയ യാഥാർത്ഥ്യം എത്രയോ വലുതാണ്. ആ സ്ത്രീ അതിനെ അങ്ങനെയാണ് കണ്ടത്.
തങ്ങൾ ചെയ്യുന്ന ഒരു മഹാദൗത്യത്തിൻ്റെ താൻ ഭാഗമാണ്. എന്നാൽ ചന്ദ്രയാൻ 3 വേണ്ടി അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആ ഓഫീസ് തുടയ്ക്കുന്നു, അല്ലെങ്കിൽ ഫയലുകൾ അവിടേക്കും ഇവിടേക്കും കൊടുക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. എങ്കിലും താൻ ചെയ്യുന്നതായിരിക്കുന്ന ദൗത്യത്തെ താൻ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണെന്ന നിലയിൽ അഭിമാനം കൊണ്ടു. അങ്ങനെയെങ്കിൽ നമുക്കും അഭിമാനം കൊള്ളുവാൻ കഴിയുന്നത് ചില ചന്ദ്രനിലേക്കോ ഒക്കെ വിക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളുടെ ഭാഗമായിട്ടല്ല നാം ഇരിക്കുന്നത്. പിന്നെയോ സ്വർഗത്തിലേക്ക് നിത്യനായിരിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആത്മാക്കളെ വിടുന്ന വലിയ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. സ്വർഗത്തിലേക്ക് ആത്മാക്കളെ വിടുന്ന വലിയ പ്രോജക്റ്റ്, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന മഹാനിയോഗം, സഭ എന്ന പരിപാടി, അതിൻ്റെ ഒക്കെ ഒരു ഭാഗഭാക്കുകളാണ് ഞാനും നിങ്ങളും. ആ സ്ത്രീ പറഞ്ഞ വാക്കിലൂടെ നമുക്കങ്ങനെയാണ് എത്രയധികം അഭിമാനം കൊള്ളണം, എത്രയധികം ഉത്സാഹം പ്രാപിക്കണം. എത്രയോ ഉന്നതമായിരിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഈ സത്യം സത്യമായി എന്ന സുവിശേഷീകരണ പരിപാടിയിലും നമുക്കനേകം അവസരങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ തെലുങ്കിലുള്ള ഒരു TV പ്രോഗ്രാം ഇങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ തെലുങ്കിലുള്ള ഒരു പ്രസംഗം ഇങ്ങനെ ആരംഭിച്ച് അതിൻ്റെ ഇൻട്രോ എല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു സിനിമ പോലെ ഒരു പെൺകുട്ടി ഒരു സ്കൂട്ടർ ഓടിച്ച് ഇങ്ങനെ വരുന്നു. സാരിയൊക്കെ എടുത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ വരുന്ന വഴിക്ക് പെട്ടെന്ന് 2 കള്ളന്മാർ വഴിയിലേക്ക് കയറി നിന്നു. വലിയ ജനവാസമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടേക്ക് പെട്ടെന്ന് 2 കള്ളന്മാർ കടന്നു വന്ന് ആ പെൺകുട്ടിയുടെ വാഹനം നിർത്തിച്ച് അവളെ ഭയപ്പെടുത്തി, നിൻ്റെ ബാഗും പൈസ എടുത്തു തരിക, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ആ സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ആരുമില്ല സഹായിക്കാൻ. തനിക്കുള്ളതൊക്കെ ആ വ്യക്തികളുടെ കയ്യിലേക്ക് ബാഗ് തുറന്ന് കുറച്ച് കാശും ഉള്ളതൊക്കെ എടുത്തു കൊടുത്തു. ആ കള്ളന്മാർ ഇതൊക്കെ വാങ്ങിച്ച് അവളെ അവിടെ വിട്ടേച്ച് ഓടി. അങ്ങനെ ഓടുന്ന വഴിയിൽ ഒരു കള്ളൻ കല്ലിലോ എന്തോ തട്ടി താഴെ ഒരു കുഴിയിലേക്ക് വീണു. മറ്റേ കൊള്ളനപ്പോൾ ഇവനെ പൊക്കിയെടുത്ത് എങ്ങനെയും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കള്ളൻ്റെ കാലൊക്കെ പൊട്ടി രക്തമൊക്കെ ഒഴുകി വരുന്നു. ഇയാൾക്ക് പൊക്കിയെടുക്കാനായിട്ട് കഴിയുന്നില്ല. ഈ സ്ത്രീ തിരികെ ഓടിച്ചെന്ന് തൻ്റെ സ്കൂട്ടറിൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അതിൽ നിന്ന് പഞ്ഞിയും മരുന്നും ഒക്കെ ആയിട്ട് ചെന്ന് ഈ വ്യക്തിയുടെ കാലിലെ മുറിവുകളിലെ രക്തമൊക്കെ തൂത്ത് മരുന്ന് വെക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ചെയ്യുന്ന ആ രംഗങ്ങളിൽ അപകടം സംഭവിച്ച കള്ളനും കൂടെയുള്ള കള്ളനും ഇവളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ്. ഇവളെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അവൻ്റെ മുറിവ് കെട്ടിയ ശേഷം അവളോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പോകുന്ന ദേവാലയത്തിൽ അവിടുത്തെ ഉപദേശി ഞങ്ങളെ പഠിപ്പിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, അത്രയും പറഞ്ഞു. അതുകൊണ്ട് ആ ഫിലിം അവിടെ തീർന്നു. ഏകദേശം 2 മിനിറ്റിൽ താഴെ അല്ലെ 3 മിനിറ്റുള്ള ചെറിയ ഫിലിം. അതിലൂടെ വലിയൊരു ആശയം ജനത്തിന് കൈമാറി. എന്താണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നാൽ എന്താണെന്ന്. അതിനുശേഷം സ്ക്രീനിലേക്ക് പ്രസംഗകൻ വന്നു. പിന്നെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് കൂട്ടിപ്പറഞ്ഞ് അങ്ങനെ സുവിശേഷം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ചെറിയ ഷോർട്ട് ഫിലിമിലൂടെ ഒക്കെ ബൈബിൾ മൂല്യങ്ങൾ നമുക്ക് ഈ ജനത്തിന് കൊടുക്കുവാനായിട്ട് കഴിയും. അതിലൂടെ സുവിശേഷം കൊടുക്കുവാനായിട്ട് കഴിയും. സുവിശേഷത്തിൻ്റെ വിവിധ തലങ്ങൾ നമുക്ക്, ആശയാവിഷ്കാരങ്ങൾ നമുക്ക് ഇങ്ങനെ ചിത്രീകരണത്തിലൂടെ കൊടുക്കുവാനായിട്ട് കഴിയും. അതിനൊക്കെ എന്ത് വേണം? ബൈബിൾ അധിഷ്ഠിതമായിരിക്കുന്ന അനേകം ചെറിയ ചെറിയ കഥകൾ വേണം. കഥകൾ എഴുതാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയും. സഹോദരിമാർക്ക് കഴിയും, കുഞ്ഞുങ്ങൾക്ക് കഴിയും, ആൺകുട്ടികൾക്ക് കഴിയും, പെൺകുട്ടികൾക്ക് കഴിയും, പ്രായമായ അപ്പച്ചനമ്മച്ചിമാർക്ക് കഴിയും. അവരുടെ അനുഭവത്തിൽ നിന്ന്, ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ ഏടുകളിൽ നിന്നൊക്കെ തപ്പിയെടുത്ത് മൂല്യവത്തായിരിക്കുന്ന ദൈവവചനാധിഷ്ഠിതമായിരിക്കുന്ന ചെറിയ നുറുങ്ങുകൾ എഴുതി വെച്ചാൽ അവയൊക്കെ നമുക്കിതേപോലെ ചിത്രീകരിക്കുവാൻ കഴിയും. അങ്ങനെയും നമുക്ക് അവസരമുണ്ട്. അതല്ല, ഏറ്റവും എളുപ്പമുള്ള മറ്റൊരവസരമുണ്ട്. എന്താണെന്നറിയാമോ? അത് നാം ഈ പറഞ്ഞ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഈ മൊബൈൽ ഫോണിൽ നമുക്ക് സത്യം സത്യമായുടെ TV പ്രോഗ്രാമുകൾ നമുക്ക് ഷെയർ ചെയ്തു കൊടുക്കാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഇനിയും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ 4200 മാത്രമാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. നമ്മുടെ സഭകളിലുള്ള എല്ലാ വിശ്വാസികളും അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എത്രയോ ആകും. അതിനുശേഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ നമുക്ക് എത്രയോ ഇടങ്ങളിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെ?
ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, എന്തിനേറെ പറയുന്നു, നമുക്ക് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ധാരാളം ഷോർട്ട് വീഡിയോസ് നമുക്കുണ്ട്. 30 സെക്കൻഡ് കൊണ്ട് സുവിശേഷം സുവ്യക്തമാക്കുന്ന ക്ലിപ്പുകൾ, അത് നമുക്ക് അനേകർക്ക് അയച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റാറ്റസുകളായിട്ട് അവ ഇട്ടാൽ അനേകരുടെ കരങ്ങളിലേക്ക് അതെത്തും. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരൊക്കെ അതിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് വെച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ തുടങ്ങുന്നത് പാപമല്ല. അത് സുവിശേഷത്തിന് വേണ്ടി തുടങ്ങുക, സുവിശേഷം അതിൽ നിറയ്ക്കുക. പ്രിയമുള്ളവരെ, അനേകർ സുവിശേഷം കേൾക്കട്ടെ. അപ്പോൾ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അനേകരുടെ അടുക്കലേക്ക് നമുക്കിത് ഷെയർ ചെയ്ത് എത്തിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത്. അപ്പം നമുക്ക് അനേക അവസരങ്ങളാണ്. അപ്പോൾ ഈ TV പ്രോഗ്രാം അല്ലെങ്കിൽ ഈ നമ്മളെടുക്കുന്ന വീഡിയോകൾ അനേകരുടെ കരങ്ങളിലേക്ക്, അനേകരുടെ ഫോണിലേക്ക്, അനേകരുടെ ലിവിങ് റൂമിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് കഴിയും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സാധ്യതകൾ ഇവിടെ അടയുകയല്ല, സാധ്യതകൾ ആരംഭിക്കുകയാണ്. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഈ സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാം. അനേകരുടെ ഭവനങ്ങളിലേക്ക് ഈ സുവിശേഷം നമുക്കെത്തിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പം നമുക്ക് വളരെ സാധ്യതകൾ, നമ്മുടെ പങ്ക് ഇതിനകത്ത് വലിയതാണ്. നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വീട്ടിലിരിക്കുന്നവർക്കും പുറത്ത് ജോലി ചെയ്യുന്നവർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇതിൽ അവസരങ്ങളുണ്ട്. ഇത് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞു, പല തടസ്സങ്ങൾ പറയുമ്പോൾ എനിക്ക് സുവിശേഷം പറയാനുള്ള പ്രാഗൽഭ്യമില്ല, അറിവില്ല. ശരിയാണ്, എല്ലാവർക്കും ഒരേപോലെ സുവിശേഷം പറയാനുള്ള കഴിവില്ല. ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല, അഴുക, അല്ലെങ്കിൽ തുടങ്ങാനുള്ള മടി, ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കഴിയുന്നില്ല എന്ന് വെച്ച് അതിൽ തന്നെ അതത്ര തെറ്റൊന്നുമല്ല. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു സുവിശേഷീകരണം, പേഴ്സണൽ ഇവാഞ്ചൽസ് ഏറ്റവും നല്ലതാണ്. ഈ സുവിശേഷം പറയാനാണേലും നമുക്ക് പലരുടെ അടുത്ത് പോയി പറയാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരാം. എന്നാൽ നാം സുവിശേഷം പറയുന്ന ഈ 2 പേര് വെച്ചൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ സുവിശേഷം പറയാനായിട്ട് നാം പോകുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ ഏബ്രഹാം തോമസ് സഹോദരൻ, നമ്മുടെ AP ചായൻ, നമ്മുടെ ജോയി സാറ്, ബാബു ചായൻ തുടങ്ങിയ മുതിർന്ന എല്ലാ സഹോദരന്മാരും, എല്ലാവരുടെയും ഞാൻ പേര് പറയുന്നില്ല, അങ്ങനെ നമ്മുടെ മുതിർന്ന സഹോദരന്മാരെല്ലാവരും നമ്മളോട് കൂടെ സുവിശേഷം പറയാൻ കൂടെ വരാൻ റെഡിയാണെങ്കിൽ നമുക്ക് പോകാൻ ധൈര്യമല്ലേ? ഏത് സമയത്തും നമുക്ക് പോകാൻ ഉത്സാഹമാണ്. അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അത് സന്തോഷമാണ്, ഉത്സാഹമാണ്, ധൈര്യമാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത്, ആവശ്യപ്പെടുന്ന സ്ഥലത്ത്, അതിന് രാത്രി ആയിക്കോട്ടെ, വെളുപ്പിന് 2 മണി 3 മണി ആയിക്കോട്ടെ, രാത്രി 11 മണി 12 മണി ആയിക്കോട്ടെ, ആ സമയത്ത് നമ്മുടെ മുതിർന്ന സഹോദരന്മാരായ ഈ പ്രിയപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് തന്നെ ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കുക. ആ സഹോദരന്മാർ നിങ്ങളോടൊരുമിച്ച് അവിടെ സുവിശേഷം പറയാൻ വരാം എന്ന് സന്നദ്ധമായാൽ, ഇപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെ സന്നദ്ധമാകുമോ? സന്നദ്ധമാകും. അത് സത്യസത്യമായി പ്രോഗ്രാം ഗ്യാരണ്ടി. അപ്പം ഈ മുതിർന്ന സഹോദരന്മാർ നമ്മോടൊത്ത് നാം പറയുന്ന സ്ഥലത്ത്, സമയത്ത് സുവിശേഷം പറയാൻ വരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ തയ്യാറാണോ? ആണല്ലോ. അപ്പോൾ അവരെയും കൂട്ടി നിങ്ങൾക്ക് പോകാനുള്ള അവസരമുണ്ട് ഇതിനകത്ത്. അതെങ്ങനെ? അതാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് സുവിശേഷം പറയേണ്ട വ്യക്തികളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ടാഗ് ചെയ്ത്, അല്ല വാട്സാപ്പിലേക്ക് നമ്മൾക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന സന്ദേശം, ഏത് സഹോദരൻ്റെ പ്രസംഗമാണോ വേണ്ടത് ആ പ്രസംഗം യൂട്യൂബിൽ നിന്നെടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും ആ സഹോദരനും കൂടിയാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച വ്യക്തിയോട് സുവിശേഷം പറയുന്നത്. അത് ഏത് സമയത്ത് വേണം? ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഈ സുവിശേഷ സന്ദേശങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എത്രയോ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എത്രയോ വലിയൊരു അവസരമാണ്. അങ്ങനെ നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിക്കുക. ഇതിനേക്കാൾ വലിയൊരു അവസരം വേറെ ഏതാണ്? അത് പരമാവധി ഫേസ്ബുക്കുകളിൽ ഷെയർ ചെയ്താൽ, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്താൽ നാം നിശ്ചയിക്കുന്ന വിധമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് അതിൻ്റെ റീച്ചാണ്. നാം ഉദ്ദേശിക്കാത്ത ആളുകളുടെ അടുക്കലേക്ക് അത് ചെല്ലും. മാത്രമല്ല, ഇനി അത് മലയാളത്തിലേ ഉള്ളൂ. നിങ്ങൾക്ക് ഹിന്ദിയിലുള്ള ഒരാളുടെ അടുക്കലേക്ക് പ്രസംഗം പറയണം, ഹിന്ദിയിൽ പറയണം. ഇതാ നമ്മുടെ ഹിന്ദി സംസാരിക്കുന്ന അനേക സഹോദരന്മാരുണ്ട്. അവരുടെ സന്ദേശം എടുത്ത് ഹിന്ദി, അല്ല തമിഴ് വേണം, തമിഴ് സംസാരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ തമിഴ് പ്രസംഗങ്ങൾ എടുത്ത്
അവർക്ക് ഷെയർ ചെയ്യുക. കന്നഡ വേണം, നമുക്കുണ്ട്. കന്നഡയിൽ പ്രസംഗിച്ച നമ്മുടെ സഹോദരന്മാരുടെ സന്ദേശം എടുത്ത് കന്നഡയിലേക്ക് അയച്ചു കൊടുക്കുക. തെലുങ്ക്, ഇപ്പോൾ ഇതാ ഒറിയ ഭാഷ വന്നിരിക്കുന്നു, നേപ്പാളി. ഇനി നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകണം, അമേരിക്കയിലുള്ള ഒരാൾ, US ഒരാൾ, UK ഒരാൾ, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള ഒരാൾ, ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളുടെ അടുക്കിലേക്ക് സുവിശേഷം അറിയിക്കണം. എന്താ ചെയ്യുന്നത്? ഇവിടെയൊക്കെ പോകാൻ കഷ്ടപ്പെടാനൊക്കെ എത്രയോ ബുദ്ധിമുട്ടുണ്ട്. വേണ്ട, അടുത്ത വീട്ടിൽ പോയി ഒന്ന് സുവിശേഷം പറയാൻ പോകണേ നമ്മൾ എന്തേരം കഷ്ടപ്പെടണം അല്ലേ? അവിടം വരെ പോകണം, അതിനുവേണ്ടി ഒരു മാനസിക ഒരുക്കം വേണം. അല്ല, ഒരു ട്രാക്റ്റ് കൊടുക്കണേ നമുക്ക് എന്തേരം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഈ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ടച്ചിങ്ങിലൂടെ അതെ ലോകം വിരൽ തുമ്പിൽ നിൽക്കുകയാണ്. ആ ലോകത്തേക്ക് നമുക്ക് കൊടുക്കുവാൻ വിരൽ തുമ്പിൽ നമുക്ക് ഇന്ന് ഈ വലിയ സന്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കത് ചെയ്യാം. ഈ പ്രിയമുള്ളവരെയൊക്കെ അവരുടെയൊക്കെ മെസ്സേജുകൾ നമുക്ക് ഉപയോഗിക്കാം. നാഗാ ഭാഷയിലുണ്ട്, ആസാമിയിലുണ്ട്, ഭോജ്പുരിയിലുണ്ട്, പിന്നെ ബംഗാളി ഭാഷയിലുണ്ട്. ഏകദേശം 12ഓളം ഭാഷകളിൽ നാം ഇതുവരെ ഈ സത്യസുവിശേഷം ചെയ്തു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഇതിൽ വളരെ അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടട്ടെ. നാം പറഞ്ഞു വന്നതുപോലെ മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിതിൽ മുതൽ മുടക്കാം, നിക്ഷേപിക്കാം. നമുക്ക് നിക്ഷേപത്തെക്കുറിച്ചൊക്കെ അനേക കാര്യങ്ങൾ അറിയാം. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ അനേക വാക്കുകളുണ്ട്. നശിച്ചു പോകുന്ന ഈ ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നാം ഇവിടെ വിട്ടേച്ചു പോകും. ഇവിടെ എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും നമുക്ക് നിത്യതയിൽ ചില വലിയ പ്രതിഫലങ്ങൾ കൂട്ടിവെക്കുവാൻ നമുക്ക് കഴിയും. നാം ഈ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്കൊരു പ്രതിഫലമുണ്ട്. ഒരുപക്ഷെ അത് ഇവിടെ കണ്ണിന് മുമ്പിൽ കാണാവുന്ന എല്ലാം ആയിരിക്കില്ല. ഈ ഭൂമിയിൽ നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും. എന്നാൽ നമുക്ക് കാണാത്ത തേജസ്സുള്ള അനേക കിരീടങ്ങൾ, അനേക പ്രതിഫലങ്ങൾ ദൈവം നിത്യതയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനു വേണ്ടി നമ്മുടെ മുതൽ മുടക്കാം. നമ്മുടെ നിക്ഷേപം എവിടെയോ അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും എന്നാണല്ലോ തിരുവെഴുത്ത് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കിതിനു വേണ്ടി ചെറിയ നിലകളിൽ മുടക്കാം. ഞാൻ 2 പറഞ്ഞു. മൂന്നാമത്തെ 10 എന്ന് പറയുന്നത് 10% ഏറ്റവും ചെറിയ ജോലി ലഭിക്കുന്ന ഒരു വ്യക്തിക്കും ദിവസം 10 രൂപ മാറ്റിവെച്ചാൽ ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്താൽ മതി. കർത്താവ് പറഞ്ഞ അങ്ങനെയല്ലേ? 5 ദിവസം ജോലി ചെയ്യുക, 1 ദിവസം വിശ്രമിക്കുക, 1 ദിവസം ദൈവത്തെ ആരാധിക്കുക. 5 ദിവസം ജോലി ചെയ്താൽ ആ ജോലിയിൽ നിന്ന് 500 രൂപ കിട്ടുന്ന ഒരാൾക്ക് പോലും 10 രൂപ മാറ്റിവെച്ചാൽ ഒന്നും അറിയുന്നില്ല. 50 രൂപ ഒരാഴ്ച മാറ്റിവെച്ചു. ഒരു മാസമാകുമ്പോൾ 200 രൂപയായി. ഏറ്റവും ചെറിയ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ വരുമാനമുള്ള എല്ലാ വ്യക്തികളും ഈ പറഞ്ഞതുപോലെ 200 രൂപ വെച്ച് മാറ്റിവെച്ച് ഈ വലിയ ഒരു പരിപാടിക്ക് വേണ്ടി, ഈ ലോക സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ട്, എൻ്റെ വ്യക്തിപരമായ സുവിശേഷീകരണത്തിനായിട്ട്, എൻ്റെ കുടുംബപരമായ സുവിശേഷീകരണത്തിനായിട്ട്, അല്ല ഞങ്ങൾ സഭയായിട്ടുള്ള സുവിശേഷീകരണത്തിനായിട്ട് ഇത് മാറ്റിവെച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് ചെയ്യുന്നതിലും അധികമായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ വചനവും പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ എന്നാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ചിലതൊക്കെ നമുക്ക് നിക്ഷേപിക്കാം. ചില ചെറിയ പെനികൾ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ഈ പരിപാടിക്ക് അത് വളരെ അനുഗ്രഹമാകും. നമുക്ക് കൊറിന്ത് ലേഖനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. കൊറിന്ത് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നു എന്ന് അപ്പസ്തോലന്മാർ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാപ്തി ഉണ്ടോ എന്നുള്ളതല്ല, പ്രാപ്തിക്ക് മീതെയും ചെയ്തതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇത്ര വലിയ ഒരു പരിപാടിക്ക് നാം ആദ്യം പറഞ്ഞതുപോലെ ഈ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചൊരു ഭാരം നമുക്കുണ്ടെങ്കിൽ, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണുകൾ ആ നരകത്തിൻ്റെ നിലവിളി കേൾക്കുന്നെങ്കിൽ, നമ്മുടെ ഹൃദയം ആ നരകത്തിൻ്റെ നിലവിളികളെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ, നമുക്കും അതിനുവേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിക്കാം, മുടങ്ങാതെ കൊടുക്കാം, മുടങ്ങാതെ
അതിൽ അധ്വാനിക്കാം. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പറയാൻ കഴിയും, ഇത് ആരുടെ പരിപാടിയാണ്? ഇത് എൻ്റെയും കൂടെ പരിപാടിയാണ്, എൻ്റെ പരിപാടിയാണ്, നമ്മുടെ പരിപാടിയാണ് എന്ന് നമുക്ക് ധൈര്യമായി പറയാം. ഞാൻ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നു, ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇതിനു വേണ്ടി പണം മുടക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. കർത്താവ് നമ്മിൽ ഏൽപ്പിച്ച മഹാനിയോഗ നിവർത്തി, ആ അന്ത്യകൽപ്പനയുടെ ഭാഗമായി നമുക്കിത് ചെയ്തെടുക്കാം. മാത്രമല്ല, നമുക്ക് ഈ 3 കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കാം. എങ്ങനെ? നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൂടെ പറയാം, നാം ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഇല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലിടയ്ക്കിടയ്ക്ക് ഈ വിഷയത്തെ ഓർത്ത് പേഴ്സണലായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ? സഭയിൽ നമുക്കൊന്ന് ഉത്സാഹിപ്പിക്കാം, നമുക്ക് ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുവാൻ നാം മറ്റുള്ളവരെയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ പ്രോഗ്രാമിനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കുവാൻ ഇടയാകും എന്നതിന് യാതൊരുവിധ തർക്കവുമില്ല. രണ്ടാമത്, ഷെയർ ചെയ്യുന്നതിലും നമുക്ക് ഉത്സാഹിപ്പിക്കാം. നാം ഒരു നല്ല ഡ്രസ്സ് വാങ്ങിയാൽ, ഒരു ചുരിദാർ, ഒരു സാരി വാങ്ങിയാൽ, അല്ല നാം ഒരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നവരാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച ഇത്ര വലിയ സത്യം, സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഒരു അവസരമാണിത്. അതുകൊണ്ട് ഈ സത്യസുവിശേഷം വിവിധ നിലകളിലൂടെ നമുക്ക് മറ്റുള്ളവരെ പരിചയപ്പെടുത്താം. നമുക്ക് യൂട്യൂബിലുള്ള ഈ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് വാട്സാപ്പിലൂടെ പരിചയപ്പെടുത്താം. അതല്ല, നമുക്ക് പോകുന്ന വഴിക്ക് പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു TV പ്രോഗ്രാം ഉണ്ട്, നിങ്ങളത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താം. അങ്ങനെ നമുക്ക് ഇതിനെ പല നിലകളിൽ ഒരു നല്ല ടൂളായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. നമുക്കിതിലെ അവസരങ്ങൾ ഉപയോഗിക്കുന്നതിൽ നമുക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാം. നമ്മുടെ ഇടയിൽ പാട്ട് പാടാൻ കഴിവുള്ളവർ, അഭിനയിക്കാൻ കഴിവുള്ളവർ, കഥ എഴുതുവാൻ കഴിവുള്ളവർ, സംവിധാനം ചെയ്യാൻ കഴിവുകളുള്ളവർ, ഇങ്ങനെയുള്ളവരെ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉത്സാഹിപ്പിക്കാം. കൊടുക്കുന്നതിലാം നമുക്ക് ഉത്സാഹിപ്പിക്കാം. നമുക്കിപ്പോൾ കൊടുക്കുവാനായിട്ട് ഇല്ല എന്ന് തോന്നിയാലും കൊടുക്കുവാൻ കഴിയുന്ന ചില ആളുകളെ നമ്മൾ പറഞ്ഞ് കൊടുപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും അവരോട് നമുക്ക് പറയാം, കൊടുക്കുന്നതിലൂടെ എന്തെല്ലാം നമുക്ക് നേടുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ഇന്ന പരിപാടിയിൽ ആവശ്യമുണ്ട്, ഇന്ന ശുശ്രൂഷകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളുടെ പ്രോത്സാഹനത്തിൻ്റെ ചില വാക്കുകളിലൂടെ എത്രയോ വലിയ കാര്യങ്ങൾ നടക്കും. ഈ 3 കാര്യങ്ങളിലും നമുക്ക് മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നാം ഇതുവരെ എന്തൊക്കെ ചെയ്തു, അതിനെന്ത് ഫലമുണ്ട് എന്നുകൂടി നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നാം ഇതുവരെ ചെയ്തത് ധാരാളം സുവിശേഷ പ്രസംഗങ്ങൾ വിവിധ ഭാഷകളിൽ ഷൂട്ട് ചെയ്ത് വിവിധ സോഷ്യൽ മീഡിയകളിലൂടെ സംപ്രേഷണം ചെയ്തു. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 5 ഭാഷകളിലും 7 ദിവസവും 8 ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുവാൻ ദൈവം കൃപ തന്നു. മാത്രമല്ല, ധാരാളം ഗാനങ്ങൾ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അനേക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാടുവാൻ ദൈവം അവസരം കൊടുത്തു. അതുപോലെ ഏകദേശം 100-ലധികം പ്രസംഗകർ 12-ലധികം ഭാഷകളിലായി പ്രസംഗിച്ചു. 5 ഭാഷകളിൽ TV-യിലാണെങ്കിൽ ബാക്കി 7ഓളം ഭാഷകളിൽ യൂട്യൂബിൽ മാത്രമായിട്ടും നമ്മൾ സംപ്രേഷണം ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ നാം ചെയ്തു കഴിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ ഉള്ള ചർച്ചകൾ, വാസ്തു പോലെയുള്ള ചില അന്ധവിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, ബൈബിൾ അധിഷ്ഠിതമായിരിക്കുന്ന ചില ചർച്ചകൾ നാം ഇതുവരെ ചെയ്തു കഴിഞ്ഞു, ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. അനേക ജീവിതങ്ങളെ സ്വാധീനിച്ച ഒന്നാണ് നാം ചെയ്തു വരുന്ന ജീവിത സാക്ഷ്യം എപ്പിസോഡുകൾ. ജീവിത സാക്ഷ്യം എന്ന പരിപാടിയിലൂടെ നമുക്ക് അനേകരെ കർത്താവിൻ്റെ വചനം കേൾപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരെയും ബൈബിൾ വായിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഡെയിലി ബൈബിൾ ക്വിസ് നമുക്ക് ചെയ്യുവാൻ ദൈവം കൃപ തന്നു. കഴിഞ്ഞ 3 വർഷങ്ങളിലായി മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നാം ആയിരക്കണക്കിന് ആളുകളെ ബൈബിൾ വായിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു എന്നതും വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. കൂടാതെ ആനുകാലിക പ്രസക്തമായിരിക്കുന്ന പല ചർച്ചകളും നാം ചെയ്തു കഴിഞ്ഞു. അഗാപ്പെ ജിമ്മിൻ്റെ നേതൃത്വത്തിൽ നാം ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ലഹരി വിമോചന സന്ദേശയാത്രകൾ എന്ന പേരിൽ
സത്യം സത്യമായുടെ പ്രസംഗകർ പല സഭകളിൽ പല സ്ഥലങ്ങളിലായി ഇതുവരെ 100ഓളം കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ നിരയിൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കിതുവരെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. ഇനിയും ചെയ്യുവാനായിട്ട് ഏറെയുണ്ട് കാര്യങ്ങൾ. അനേകം സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇനിയുമുണ്ട്. അപ്പോൾ നാം ചെയ്തതിൽ ചിലതൊക്കെ മാത്രം ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് ധാരാളം ചെയ്യുവാനായിട്ടുണ്ട്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിൻ്റെ റിസൾട്ടിനെക്കുറിച്ച്, ഫലത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കൺമുമ്പിൽ മനസ്സിലാകാത്ത വിധം നിത്യതയിൽ വെളിപ്പെടുന്ന ഫലങ്ങളാണ് ഏറെയും. ഇവിടെ ചില ചെറിയ റിസൾട്ടുകളൊക്കെ അറിയാവുന്നത് മാത്രം നമ്മുടെ സന്തോഷത്തിനും ഉത്സാഹത്തിനുമായിട്ട് മാത്രം പറയട്ടെ. നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത അനേക ഇടങ്ങളിൽ ഈ സുവിശേഷ സന്ദേശം ചെല്ലുന്നു എന്നുള്ള തെളിവാണ് ഏറ്റവും വലിയ റിസൾട്ട്. ഹിന്ദി ഭാഷയുള്ള സഹോദരന്മാർ പറയുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന്, ഇന്ത്യയുടെ 4 സൈഡുകളിൽ നിന്ന് ഒക്കെ അനേക സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം കോളുകൾ വരാറുണ്ട്. എല്ലാ കോളുകളും വിളിച്ച് അവരോട് മറുപടി പറഞ്ഞു തീരാനായിട്ട് കഴിയുന്നില്ല എന്നാണ് ഹിന്ദി ഭാഷയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എൽദോ ഐസക്, ഷെറിൻ സഹോദരൻ തുടങ്ങിയ പ്രിയപ്പെട്ടവരൊക്കെ പറയുന്ന അനേക കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ വളരെ സന്തോഷിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ദൈവത്തിൻ്റെ സത്യസുവിശേഷം ചെല്ലുന്നു. ബാരാമതി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോണ്ടാക്റ്റിലൂടെ കുറച്ച് പേരെ പരിചയപ്പെട്ടു. ആദ്യം ഒരു കോണ്ടാക്റ്റ് വിളിച്ചു, അതിനുശേഷം അവർ 10-15 പേരെ കിട്ടി. അവരിലൂടെ മറ്റൊരു 10-45 പേരടങ്ങുന്ന ഒരു കൂട്ടത്തെ കണ്ടുമുട്ടി. എന്നാൽ നമ്മുടെ സഹോദരങ്ങൾക്കൊന്നും ചെന്നെത്തി അവരെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാത്ത വിധം വേലകൾ നമ്മളുടെ മുമ്പിൽ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ പല സഭകളിലായി പല സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നിട്ടുണ്ട്. നമ്മളതൊരു ലിസ്റ്റ് എടുത്ത് അങ്ങനെ പ്രസ്താവിക്കത്തക്ക നിലയിൽ ചിന്തിച്ചില്ല. അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്ത് മറ്റുള്ളവരെ അറിയിക്കുക എന്ന നിലയിൽ നമ്മളത് കരുതുന്നില്ല. എന്നാൽ അവിടിവിടങ്ങളിലായിട്ട് ഇങ്ങോട്ട് കേൾക്കുന്ന ആളുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ പല സഭകളിൽ സഹോദരങ്ങൾ ഈ സത്യമായി സുവിശേഷ പ്രവർത്തനം മുഖാന്തരം മുന്നോട്ട് വരികയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും സഭയോട് ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുന്ന വസ്തുതയാണ്. TV ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ഫോൺ കോൾ നമുക്ക് വരുമ്പോൾ 1000 പേര് കാണുന്നു എന്നാണ്. അതിൻ്റെ 10-1 പോലും നമുക്ക് കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് 10 കോൾ ഏറ്റവും കുറഞ്ഞു വരുന്നു. 10 കോൾ ഉണ്ടെങ്കിൽ 10,000 പേരെന്ന 10,000 പേര് വേണ്ട, അതിൻ്റെ 10-1 എടുത്താൽ 1000 പേരാണ്. 1000 പേരെങ്കിലും ഒരു എപ്പിസോഡ് കാണുന്നു. അതല്ല, ഇനി അതിലും 10-1 എടുത്താൽ 100 പേരെങ്കിലും ഒരു എപ്പിസോഡുകൾ കാണുന്നു. അങ്ങനെയെങ്കിൽ ഇതിനോടകം എത്ര ആയിരക്കണക്കിന് 10,000-കണക്കിലധികം ആളുകൾ നമ്മളുടെ പ്രോഗ്രാമുകൾ, നമ്മളുടെ പ്രിയ സഹോദരങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലായി അല്ല, അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ശ്രീലങ്കയിലും മലേഷ്യയിൽ നിന്നും ഒക്കെ ധാരാളം കോളുകൾ വന്നിട്ടുണ്ട്. തമിഴ് സംസാരിക്കുന്ന അനേകരുടെ കോളുകൾ ശ്രീലങ്കയിൽ നിന്നും മലേഷ്യയിൽ നിന്നും വരുന്നു. അങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ, പല നിലകളിൽ നമ്മൾ നോക്കിയാൽ 10,000-കണക്കിന് ആളുകളുടെ അടുക്കിലേക്ക് ചെന്നെത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുന്നു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹീതമായിരിക്കുന്ന വസ്തുതയാണ്. കൂടാതെ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്ന സഹോദരങ്ങൾ, അവരുടെ നിർവൃതി, അവരുടെ ആനന്ദം, അവരുടെ സന്തോഷം പലപ്പോഴും ഞങ്ങളെ ഉത്സാഹഭരിതരാക്കുന്നു. എങ്ങനെയെന്നാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ അനേക ആളുകളോട് ദിവസവും ഫോണിലൂടെ സുവിശേഷം പറയാം. പുറത്തെങ്ങും പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സുവിശേഷം പറയാം. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ, ഏറ്റവും കുറഞ്ഞത് 1000-ഓളം ആളുകളോട് സുവിശേഷം പറയുകയും 100-ലധികം ആളുകൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചതായിട്ടും ഫോളോ അപ്പ് ചെയ്യുന്ന സഹോദരങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ മലയാളത്തിലെ ഫോളോ അപ്പ് ചെയ്യുന്ന സാബു അഗസ്റ്റിൻ, അതുപോലെ ബീന അലക്സ്, ഡെയ്സി പ്രസാദ്, മീനി ചാൾസ്, റിൻഡു സുമേഷ് തുടങ്ങിയ പല സഹോദരിമാർ അടങ്ങുന്ന ഒരു ടീം നമുക്കുണ്ട്. അവർക്കൊക്കെ ഈ ഫോളോ അപ്പിലൂടെ കിട്ടുന്ന സന്തോഷം തന്നെ വലിയ സന്തോഷമാണ്.
വലിയ പ്രതിഫലം തരുന്ന വസ്തുതയാണ് എന്നവർ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ശരിയായ നിലയിൽ നമുക്ക് നിത്യതയിൽ മാത്രം മനസ്സിലാക്കാം. സത്യമായ എന്ന ഈ ശുശ്രൂഷയുടെ പിന്നാമ്പുറത്തെക്കുറിച്ച് ചില വാക്കുകൾ. നിസ്വാർത്ഥരായിരിക്കുന്ന, പ്രതിഫലേച്ഛ കൂടാതെയുള്ള അനേക സഹോദരന്മാരുടെ സഹോദരിമാരുടെ പ്രവർത്തനം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇതിൻ്റെ പ്രസംഗകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ മുതിർന്ന ഈ പറഞ്ഞ 100 കണക്കിന് സഹോദരന്മാർ അനേക ദൂരം യാത്ര ചെയ്ത് ഈ പ്രസംഗം പറഞ്ഞ് നമ്മെ സഹായിച്ചു. അതുപോലെ ഇതിൻ്റെ പിറകിൽ പാട്ടുപാടിയ അനേക സഹോദരന്മാർ സഹോദരിമാർ, ഇതിൻ്റെ പിറകിൽ ഫോളോ അപ്പ് ചെയ്യുന്ന അനേക സഹോദരങ്ങൾ, ഇവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഓരോ ഭാഷയിലും അതിൻ്റെ വീഡിയോ ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, ഫയൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ അനേക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. അവരെ ഒന്നും എല്ലാവരെയും നാം കാണുന്നില്ല, അറിയുന്നില്ല. അങ്ങനെ അനേക സഹോദരങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് കൈമെയ് മറന്ന് അധ്വാനിക്കുന്നു എന്നുള്ളത് വിജയത്തിൻ്റെ കാരണമാണ്. ഈ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇതുവരെ പറഞ്ഞു വന്നത്, നാം ഇതുവരെ എന്തൊക്കെ ചെയ്തു, ഇപ്പോൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്ത്? പല ആശയങ്ങൾ, പല ആഗ്രഹങ്ങൾ, നല്ല ചില ലക്ഷ്യങ്ങൾ നമുക്കും മുൻപിലുണ്ട്. നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ ദേശാന്തരങ്ങൾ കടന്ന്, അനേക ഭാഷകൾ കടന്ന് ഈ സത്യസുവിശേഷം സത്യമായി അവരുടെ അടുക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഫ്യൂച്ചർ പ്ലാൻ. അത് വിവിധ നിലകളിലൂടെ സകലരെയും ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ്. യുവാക്കളിലൂടെ ലോകത്തിലുള്ള യുവജനതയെ നേടുവാൻ നമുക്ക് പല പ്രോഗ്രാമുകളും പല ആശയങ്ങളും നമ്മളുടെ ഹൃദയങ്ങളിലുണ്ട്. വിവിധ കലാരൂപങ്ങളിലൂടെയും യുവജനതയെയും ഉത്സാഹിപ്പിക്കുക എന്നത് നമ്മുടെ വലിയ ഒരു താല്പര്യമാണ്. നാം ഇതാരംഭിക്കുന്ന സമയങ്ങളിൽ 7 ദിവസവും 7 ഭാഷകളിലായി പ്രസംഗിക്കപ്പെടണം എന്നാഗ്രഹിച്ചു. ഇതുവരെ നാം 5 ഭാഷകളിൽ TV പോകുന്നുണ്ട്. ഇനിയും ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. കൂടാതെ അനേകരെ ആകർഷിച്ചു വരുന്ന നമ്മുടെ ജീവിത സാക്ഷ്യം എന്ന ശുശ്രൂഷ, അതിനിയും അനേകരുടെ ജീവിതങ്ങളെ തൊട്ടുണർത്തുവാൻ കഴിയുന്ന നിലയിലുള്ള സാക്ഷ്യങ്ങൾ ഷൂട്ട് ചെയ്ത് സംപ്രേഷണം ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സത്യസുവിശേഷം വിവിധ നിലകളിൽ നമുക്ക് പ്രചരിപ്പിക്കാം. ഈ ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം നമ്മെ അതിനായിട്ട് പ്രാപ്തമാക്കട്ടെ, സഹായിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് വരുവാൻ താമസിച്ചാൽ ദേശാന്തരങ്ങൾ കടന്ന്, അനേക ഭാഷകൾ കടന്ന് ഈ സത്യസുവിശേഷം പ്രചരിപ്പിക്കാം. പ്രസംഗങ്ങൾ മാത്രമല്ല, മറ്റ് വിവിധ കലാരൂപങ്ങളിലൂടെയും വിവിധ മീഡിയകളിലൂടെയും നമുക്ക് ഈ സന്ദേശം എത്തിക്കാം. ഒരു മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് പ്രവർത്തിച്ച്, ഒരുമയോടെ മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.